അയാൾ എന്തായാലും വേണം. ഓക്കെ, നമ്മള് ചിക്കൻ ബിരിയാണി, കുറച്ച് ഉള്ളി, മുട്ട, അത് കുറച്ച് സാധനങ്ങൾ കഴിക്കുന്നത്. മലയോട്ടോട്ടെ ഇനി ആരും ചോദിച്ചാലും ധൈര്യത്തോടെ പറയാൻ പറ്റില്ല, ഞാൻ അവിടുത്തെ എല്ലാ ഫുഡും കഴിച്ചിട്ടുള്ളത്. ആദ്യം ഡോക്ടറോട് പറയാം, എന്നിട്ട് ആദ്യം ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് തുടങ്ങാം. ഞാൻ അവിടെ പോയി എന്താ കഴിച്ച, എല്ലാം കഴിച്ച ഡോക്ടറെ, പിന്നെ ഒന്നും ഓർമ്മയില്ലത്. അല്ല, ഇതിനേക്കാളും കൊള്ളാല്ലേ മറ്റേ റെയിൽവേയിലെ ഫുഡ് അല്ലേ? റേഷനരിയുടെ ബിരിയാണിയാണെന്ന് തോന്നുന്നു. കാര്യമായിട്ട് രസമില്ലാത്ത ബിരിയാണി അല്ലേ? ഒരു ലോ ക്ലാസ് ബിരിയാണി. ശരി, കേരളത്തിലൊരു കടയിലൊക്കെ പോയി ബിരിയാണിക്ക് നോക്കി പോകും. കേരളത്തിലെ ഏറ്റവും അലമ്പ് കടയിൽ പോലും ഇതിനേക്കാളും നല്ല ബിരിയാണി. ഇവർക്ക് ചിലപ്പോൾ ഇതായിരിക്കും ഇവരുടെ ടേസ്റ്റ്. വായിൽ ടേസ്റ്റ് ഒന്നും കാണില്ല. എല്ലാരും മറ്റേ സാധനം ചവച്ച് അടക്കുന്നോണ്ട് ടേസ്റ്റ് പോയി കാണും. വിത്തോട്ടെ വിത്തോട്ട് ഔൺസ് ഗ്ലാസ് ആണ്. കേരളത്തിൽ ഇത് പെഗ് ഒഴിക്കാൻ ഉപയോഗിക്കും, ഇവിടെ ചായ ഉപയോഗിക്കും. കാണും പറഞ്ഞൂടെ? ചായ കൊള്ളാം, ആസ്വദിച്ച് വരുമ്പോഴൊക്കെ തീർന്നു പോകുന്നു. ഉപ്പൂണി ചായയൊക്കെ മതിയാവോ? നാട്ടിൽ രണ്ടാമത് കണക്കിന് ചായ കുടിച്ചിരുന്ന റൊക്കുവാണ്. പ്രിയപ്പെട്ട സാധനങ്ങൾ എല്ലാവർക്കും ഓരോന്ന് വെച്ച് നഷ്ടമായി. എനിക്കത് നമ്മുടെ ബാത്റൂമിലെ ബക്കറ്റ്, റുപ്പൂന് ചായ, അങ്ങനെ ഫേവറേറ്റ് ആയിരുന്നു. പലതും നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ടൂർ പോകുന്നത്. പൈസയിലൊന്നും അല്ല കാര്യം, നമ്മളെ സാധനങ്ങൾ നമുക്ക് വേണം. വീട്ടിൽ എത്തുമ്പോ അറിയാം. വീട്ടിൽ ചെല്ലുമ്പോ ഇന്നലെ മറ്റേ കുത്തമ്മയാറ് പോയപ്പോ കുറെ ഇത് കണ്ടല്ലോ, മതിലിന്റെ സൈഡ് മാത്രം, മതിൽ കണക്ക് ആ ക്യാമറ വെച്ചേക്കുന്ന സാധനം മാത്രം അവിടെ ഇരിക്കും. ചുറ്റും ക്യാമറ കറക്റ്റ് ആയിട്ടുണ്ടോ ഇവിടെ? ആ, ഡൽഹി ഫുഡിനും ഡൽഹി ഫുഡ് സ്ഥലത്തിന് സ്ഥലം വൃത്തി ബസ്സിന് ബസ് ഡൽഹി ആ ഇതിനേക്കാളും നല്ല വൃത്തിയുണ്ട്. ആഗ്രഹേക്കാളും വളരെ വളരെ വൃത്തിയുണ്ട്. ചുമ്മാ അല്ല ഷാജഹാനൊക്കെ കൊട്ടാരം ഇവിടെ തങ്ങു പോയത്. ആ പൈസയ്ക്ക് നല്ല റൂം. ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളത്തിന് വേണ്ടി വിളിച്ച് പറയണം. പുള്ളിക്ക് അറിയണം നമ്മൾ എപ്പോഴൊക്കെയാണ് പെടുക്കുന്നത്, എപ്പോഴൊക്കെ പറഞ്ഞു. പുള്ളി ചൂടുവെള്ളത്തിന് മോട്ടർ ഓണാക്കും, കൂടെ ഇപ്പോഴത്തെ ക്യാമറ ഓണാക്കും. നമ്മൾ ഒരേ വേവ് ലെന്ത് ആണെന്ന് തോന്നുന്നു. ആ ചീത്തപ്പേരുടെ വരാൻ ഒന്നും കാണാതെ എല്ലാരും കിടന്നില്ലേ? നമ്മള് വിളിക്കുമ്പോ പുള്ളി ആ വെള്ളത്തിനല്ലേ നമ്മൾ കണ്ടു ഇട്ടിട്ടുണ്ട്. ഉൾവിളി ഉണ്ടായിരുന്നു ചോദിക്കുമ്പോ. നമ്മളൊക്കെ എന്തിൻ്റെ ഉള്ളിൽ നിന്ന്, ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ ഒന്ന് കണ്ടു നമ്മള്. എക്സ്പ്ലോർ ചെയ്യാൻ വന്ന റുക്കുവിനാണ് ഇപ്പൊ ക്ഷീണം കൂടുതൽ. മോള് കഴി മോള് വിഷമിച്ച് വിളിച്ചു നോക്കടാ. നമ്മുടെ ചിക്കൻ ഫ്രൈ എവിടെ? ബായ് ചിക്കൻ ഫ്രൈ കിതറേ.
ഇയാളെ നിന്ന് കഴിഞ്ഞാണ് കൊണ്ടുവരാൻ പോകുന്നത്. കോഴി ഇറക്കാൻ ആള് പോയിട്ടേ ഉള്ളത്. ബിരിയാണി രാവിലെ ഉണ്ടാക്കുന്നു. ഇവിടെ വന്നിട്ട് ഇതൊരു നല്ല ഫുഡ് കിട്ടിയില്ല അല്ലേ? അല്ല നല്ല ഫുഡ് കിട്ടിയില്ല. ഡൽഹിയിൽ നിന്ന് കിട്ടിയില്ലേ? ഇന്നലെ കൊള്ളാം. ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അല്ലേ? ഇന്നലെ രാത്രി കയറാൻ നേരത്തെ കഴിച്ച നല്ല ഫുഡല്ലായിരുന്നു. അത് നല്ലോണം നീ ബാത്റൂം പോയില്ലേ? എന്നാലും അത് കൊള്ളാം. നല്ല ഫുഡായിരുന്നു അത്. വായിക്ക് രുചിയുണ്ട്. മറ്റേത് മറ്റേ കിളവൻ്റെ ഉള്ളായിരുന്നു. അല്ല, വായിക്ക് രുചിയുണ്ട്. വായിക്ക് രുചിയില്ല, വയറ്റിന് പിടിക്കൂലൊക്കെ പിന്നെ കവറ് പൊട്ടിക്കുന്നത് രാത്രി തീരുന്ന കവർ വന്ന് പറയല്. അതിനകത്ത് പൊട്ടിയത് ഇൻഫിനിറ്റി സ്റ്റോണിന്റെ പവർ കണ്ടിട്ട് പാട് വേടുന്നത്. നല്ല വിചാരിച്ചാലും എല്ലാം നടക്കും. കുറച്ച് ഉപ്പ് കൊള്ളാമോ? ഇഷ്ടപ്പെട്ടു. കർക്കരിയില്ല. കഴിക്കാൻ കിട്ടുന്നില്ല, കഴിക്കാൻ പറ്റൂ. എന്നിട്ട് വേണം ബൈ. വന്ന दो चाय मीठी मीठी शक्कर मीठी मीठी എന്നല്ലേ കിട്ടണ്ടേ? എന്നെ കിട്ടുന്നില്ലല്ലോ ഇതില്. അപ്പൊ ഫുഡ് എന്തിനു കിട്ടുന്ന ഫുഡല്ലേ കിട്ടണ്ടേ? ഇതാണ് നാട് വിട്ടുപോയ ആളുകൾ പറയുന്ന അമ്മമാരെ ഭയങ്കരമായി മിസ് ചെയ്ത്, ഉമ്മമാരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. ഇതുപോലെ തിന്നിട്ട് വരുമ്പോ ഫുഡില്ലാത്തോണ്ട് പോയാൽ എന്തായാലും മിസ് ചെയ്യും. ദുബായിൽ പോയി സ്വന്തം കുക്കിംഗ് മിസ് ചെയ്തു. എനിക്ക് എന്റെ അറിയാൻ മിസ് ചെയ്തു. പിന്നെ എന്തിനാ നോക്കുന്ന ഫോക്കസ് ചെയ്ത്? എനിക്ക് എന്തോ ഇഷ്ടപ്പെടാത്ത സാധനം ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ തിന്ന് കഴിച്ച് പറയാം. അപ്പൊ എന്നെ ആയിരിക്കും ഇവരാനെയാ നോക്കിയ കണ്ട ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പണിയിട്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ അജ്മീർ ദർഗയിലേക്ക് വന്നു. അജ്മീർ ദർഗ കണ്ട് ഒരു 8:30 ആയപ്പോഴത്തേക്കും നമ്മൾ അജ്മീർ ദർഗ കണ്ട് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഇവിടെ വേറൊന്നും കാണാനായിട്ടില്ല. അപ്പൊ നമ്മൾ നേരെ ജയ്പൂര് പോകാന്ന് വെച്ചപ്പോൾ ജയ്പൂരിലേക്ക് ട്രെയിൻ ഇല്ല. നാട്ടിലോട്ട് വരണമെങ്കിൽ ചെന്നൈയിലോട്ട് ട്രെയിൻ ഇല്ല. ബാംഗ്ലൂർ പോകാന്ന് വെച്ചാൽ ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ ഇല്ല. ഗോവയിൽ പോകാന്ന് വെച്ചാൽ ഗോവയിലേക്ക് ട്രെയിൻ ഇല്ല. ആകെ ഇവിടെ നിന്നുള്ളൊരു നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ട്രെയിൻ ഉള്ളത് രാത്രിയാണ്. ആ ട്രെയിനാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ഇതുവരെ കൺഫേം ആയിട്ടുമില്ല. അപ്പൊ എന്തായാലും രാത്രി വരെ നിലവില് രാത്രി വരെ ഇവിടെ തന്നെ ഇരിക്കാമെന്നുള്ള പ്ലാന് നിൽക്കുകയാണ് സ്റ്റേഷനിൽ. ഇപ്പൊ സമയം 11:30 മറ്റേ ആയിട്ടേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ കയറി. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറി. അത് വലിയൊരു കഥയാ. ഫുഡ് കഴിക്കാൻ കയറി. ഫുഡിന് ഭയങ്കര വില. എന്നാൽ വായി വയ്ക്കാൻ കൊള്ളത്തില്ല. ഇത്രയുള്ള ഗ്ലാസ്സിന് 10 രൂപയ്ക്കാണ് പറയുന്നത് ചായ. വായി വയ്ക്കാൻ കൊള്ളൂല, പക്ഷെ ഭയങ്കര വിലയായിരുന്നു. നമ്മള് അവസാനം നമ്മൾ പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടാണ് നടക്കുന്നത്. എന്തായാലും ഇവിടെ ഇരിക്കാന്നാണ് പ്ലാൻ. ചിലപ്പോൾ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് ഗവൺമെന്റ് മ്യൂസിയം ഉണ്ട്. ചിലപ്പോൾ ഗവൺമെന്റ് മ്യൂസിയത്തിലോട്ട് പോകും. എന്തായാലും കുറച്ച് നേരം സ്റ്റേഷനിൽ ഇരുന്ന് നോക്കാന്നുള്ള പ്ലാൻ നിൽക്കുകയാണ്.